നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലോകും അച്യുതരും അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോമതിയാണ് ചർച്ചാ വിഷയം. എങ്ങനെയെങ്കിലും ഗോമതിയുടെ കയ്യിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലവും വീടും എഴുതി മേടിക്കണം. ഈ സമയത്ത് അച്യുതൻ പറഞ്ഞു, ഇതങ്ങനെ പെട്ടെന്നൊന്നും അവൾ എഴുതി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാണ് ഗോമതി. അത് കേട്ടപ്പോ അനന്ത് ചോദിച്ചു, അതെന്താ? ഗോമതിയുടെ മനസ്സ് നമുക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറയണേ. രാജശ്രീ പറഞ്ഞു, അത് ശരിയാ, ഇപ്പൊ ഇത്തിരി സ്നേഹമൊക്കെ കുടുംബത്തോട് കാണിക്കുന്നുണ്ടെങ്കിലും ബാലന് ഒന്ന് വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പുറകെ ഗോമതി പോകുന്നു പറയാണ്. ഇത് കേട്ടപ്പോ അലോ പറഞ്ഞു, അത് ശരി തന്നെ അമ്മ പറഞ്ഞ്. അല്ലെങ്കിൽ ഈ ഇടയായിട്ട് അപ്പച്ചിക്ക് എന്തോ ഒരു കണ്ണുകടിയുണ്ട്, അപ്പച്ചിക്ക് എന്തോ മനസ്സിലൊരു കരട് കയറിയിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം നന്ദിയത് പറഞ്ഞു, അതെന്താ അലോക അങ്ങനെ പറഞ്ഞു? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പച്ചിക്ക് വീണ്ടും അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു ത്വര വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേന്ന് പറയണം. അനന്തം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാം. അച്യുതൻ പറഞ്ഞു, അതൊരു കാരണവശാലും പാടില്ല, അറിയാലോ. മിക്കവാറും ആ ബാലം വന്ന് വിളിച്ചില്ലേ പോലും ഗോമതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയണം. രാശി പറഞ്ഞു, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയി പോവില്ലേ? അതിനു മുമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യം നടക്കണ്ടേന്ന് ചോദിക്കുകയാണ്. നന്ദിനി പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. ഇപ്പം ബാലേട്ടനോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഗോമതി ചേച്ചി ബാലേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഗോമതി ചേച്ചിക്ക്. ഇപ്പോഴീ ഇത്രയും മാറ്റം ഉണ്ടായെന്ന് വെച്ചോണ്ട് നമ്മളത് കാര്യമായിട്ട് എടുക്കേണ്ടതില്ല എന്ന് പറയണം. അനന്തം പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് തോന്നുന്നേ. അധികം വൈകാതെ തന്നെ ഗോമതി അങ്ങോട്ടേക്ക് പോകുന്നു പറയാം. അച്യുതൻ പറഞ്ഞു, ഉദ്ദേശിച്ച കാര്യം നടക്കാതെ അവള് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും മേൽപോട്ട് നോക്കി ഇരിക്കേണ്ട വരുമെന്ന് പറയണം. അലോക് പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാന്ന് പറയാം. എന്താ അത് അറ്റകൈ പ്രയോഗം, അത് പ്രയോഗിക്കണമെന്ന് പറയാം, അല്ലാതെ നമുക്ക് പറ്റില്ല എന്ന് പറയണം. കാരണം ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും അപ്പച്ചി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്ന് പറയണം. എന്താ കാര്യം എന്ന് അനന്തം ചോദിക്കുക. അതിപ്പോ തൽക്കാലത്തേക്ക് ആരും അറിയണ്ട, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാന്ന് പറയണം. ഈ സമയത്ത് ആര്യൻ ആനന്ദിനെ പോയി കാണുവാണ്. ആനന്ദിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയണം, ആകാശിനെ കുറിച്ചുള്ള എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, എടാ ആര്യ, ഇതിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കണം. എനിക്കറിയില്ല. ആകാശേണ്ണ ആകെ പടം മാറിയിരിക്കുക. ആകാശേണ്ണ ഇപ്പൊ എപ്പോഴും ആകാശേണ്ണ ഭാര്യ വീട്ടുകാരുടെ ചിന്ത മാത്രമുള്ളെന്ന് പറയണം. ആനന്ദ് പറഞ്ഞു, അല്ല മീനാക്ഷി എങ്ങനെയാ? മീനാക്ഷി അടുത്ത സ്വഭാവം അറിയാലോ. മീനാക്ഷി അടുത്തേക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഇതിന് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ തന്നെ അമ്മ പോയതിന് ശേഷം മീനാക്ഷി അടുത്ത് ഇപ്പൊ ഓഫീസിൽ പോലും പോകുന്നില്ല. ആകെപ്പാടെ വിഷമത്തില്ല. എങ്ങനെയെങ്കിലും അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനുള്ള തന്ത്രപ്പാടില്ല. പക്ഷെ ആകാശേട്ടൻ അങ്ങനെയല്ല. ആകാശേട്ടനാണെങ്കിലോ കിട്ടിയ അവസരം മുതലാക്കുക. എങ്ങനെയെങ്കിലും അയാളുടെ വീട്ടിലേക്ക് പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമുള്ളെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആകാശിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാലോടാ ആര്യെന്ന് ആനന്ദ് പറയാ. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്താവാനായിട്ടാ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകാശാണ് ഇഷ്ടപ്പെടുമെന്ന് തോന്നില്ല. ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും ആകാശന്റെ തലയിലേക്ക് കയറിയില്ലെന്ന് പറയാ. നീ സമാധാനമായിട്ടിരിക്കുക. എന്തേലും ഒരു വഴിയുണ്ടോ നോക്കാം. വൈകുന്നേരം നമുക്ക് കാര്യമായിട്ടൊന്ന് സംസാരിക്കാന്ന് പറയണം. അതെ, കാര്യമായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ എന്തായി തീരും, എങ്ങനെയായി തീരും എന്നും അറിയത്തില്ല എന്ന് പറയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇത്രയൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആകാശാണ് അന്നും പ്രശ്നമല്ല. അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നൊന്നും ഇല്ലാന്ന് തോന്നേ. ആ രവീന്ദ്രനങ്ങള് കട ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗോമതി സ്റ്റോഴ്സിന്റെ അരികിലായിട്ട് കട വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ അടിയായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത് മാത്രമല്ല, അച്ഛനെ അറിഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുക. ആനന്ദ് പറഞ്ഞു, അതൊരു കാരണവശാലും പാടില്ല. നമുക്ക് ആകാശനെ പറഞ്ഞ് തിരിക്കണമെന്ന് പറയണം. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോഴേക്കും ആൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു, ദേ എനിക്ക് ഡെലിവറി ഓർഡർ വന്നിട്ടുണ്ട്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആനന്ദേട്ടാന്ന് പറഞ്ഞ് ആരിനെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ആകെപ്പാടെ വിഷമത്തിൽ അനുസരി അലോകിനെ വിളിക്കുകയാണ്. അലോകിനോട് ചോദിച്ചു, അല്ല അലോക് വീട്ടിലെത്തിയോന്ന് ചോദിക്കുക. ഞാൻ വീട്ടിലെത്തിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിലെത്താൻ വൈകുന്നേരം ആവുമെന്ന്. അലോക് കള്ളത്തരം തന്നെ പറയണേ. ഈ സമയത്ത് അനുസരി പറഞ്ഞു, എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ച. ഒരു പക്ഷേങ്കിൽ ഈ സമയം അലോക് വീട്ടിലാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ കൊടുക്കുമല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയണേ. ഞാൻ വീട്ടിലല്ല. അനുസരി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിളിപ്പിക്കാന്ന് പറയണം. അതെ, അലോകനോ ദേഷ്യമൊന്നും ഇല്ല എന്നോട്. എന്തിന്? അല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്. അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ടില്ല. എനിക്ക് ഒരു പ്രശ്നമില്ല, അറിയാലോ. ധൈര്യമായിട്ടിരിക്കുക. എന്തിനും ഇത് ഞാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നേ. അലോകിന്റെ മനസ്സിൽ ലഡുപൊട്ടി. താൻ വിളിച്ച വഴി അവള് വരുന്നുണ്ട് അനുസരി. ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായിരിക്കും എന്നൊരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുവാണ്. ആ സമയത്ത് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു മീനാക്ഷി മിത്രൻ. കാരണം ഇതുവരെയായിട്ടും താങ്കൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നിട്ടില്ല. എത്രയും പെട്ടെന്ന് അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് കരുതിയതാ. കൂട്ടിക്കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഈ സമയം മീനാക്ഷി മിത്രയോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്താലോ എന്ന് ചോദിക്കുക. എന്ത്? നമുക്കൊരു ലെറ്റർ എഴുതിയാലോ?
ലെറ്ററോ? ആ, എന്ത് ലെറ്റർ? അല്ല, അമ്മയ്ക്കൊരു ലെറ്റർ എഴുതി കൊടുക്കാം. എങ്ങനെ ലെറ്റർ എഴുതി കൊടുക്കും? അമ്മ അവിടെ അല്ലേന്ന് ചോദിക്കണം. അത് ശരി തന്നെയാ. അമ്മ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വല്ല കല്ലിനകത്തും കിട്ടിയിട്ട് എന്ത് ചെയ്യാം? ആ ലെറ്റർ അങ്ങോട്ട് എറിഞ്ഞിടാന്ന് പറയണ. അപ്പൊ അമ്മ ഇതെടുത്ത് വായിക്കും. അപ്പൊ അമ്മയ്ക്ക് നമ്മുടെ മനസ്സ് മനസ്സിലാവുമെന്ന് പറയണ. ആ, മിത്രം ഞാൻ അത് ശരിയാ. പക്ഷെ അപ്പച്ചെറിയ ഫോൺ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പറയണ. കാരണം കോമതി പോയ സമയത്ത് ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ലാന്ന് തോന്നേ. ഫോണൊക്കെ ദേവമംഗലത്ത് വെച്ചിട്ടാ പോയെന്ന് തോന്നേ. ആ സമയം മീനാക്ഷി പറഞ്ഞു, ഏയ് ഫോണിനേക്കാൾ നല്ല കത്ത, അതാകുമ്പോൾ നല്ല കാര്യമായിട്ട് അമ്മയോട് സംസാരിക്കാൻ നമുക്ക് പറ്റും. സംസാരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിഷമം നമുക്ക് ആ പേപ്പറിനകത്ത് എഴുതാന്ന് പറയാണ്. അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടെ കൂടി ഒരു കത്ത് എഴുതാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ഈ സമയം രവീന്ദ്രൻ ആകാശനും കൂട്ടി വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രവീന്ദ്രനും ആകാശം ശാന്തിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു, ആകാശേ, ഞാൻ പറയുന്നോട് നിനക്കൊന്നും തോന്നല്ല. ഇനി അതേ കാലമൊന്നും നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കടയൊക്കെ കയ്യൂക്കൊള്ളാവും കാര്യക്കാരൻ എന്ന് പറഞ്ഞ കണക്ക് ശ്രീദേവി കൊണ്ടുപോയില്ലെന്ന് ചോദിക്കുക. അത് പിന്നെ അങ്കളെ, ആകാശ് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്നതുകൊണ്ടാ ബാലൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആകാശ് ശക്തമായി പ്രതികരിക്കുമായിരുന്നെങ്കിലോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? അല്ലെങ്കിൽ ഇത്രയും കാലം കടയിലൊരു എടുത്തുകൊടുപ്പുകാരനായിട്ട് ആകാശ് നിന്നേ, അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? എന്നിട്ടോ ഇപ്പാണ്ട് ആ ശ്രീദേവി വന്ന് ആ കട അങ്ങോട്ട് പിടിച്ചെടുത്തിരിക്കുക. ഇത് കേട്ടിനിപ്പോ ശാന്തി പറഞ്ഞു, അല്ല ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അതിനുള്ള പോംവഴികളൊക്കെ അല്ലേ കണ്ടത്. എത്രയും പെട്ടെന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് ആകാശിന്റെ പേരില്. അല്ല, അത് പിന്നെ മീനാക്ഷി സമ്മതിക്കുമെന്ന്. മീനാക്ഷിയുടെ സമ്മതമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം. അന്നൊരു കാര്യം ചെയ്യണം, അങ്കിളും ആന്റിയും മീനാക്ഷിയെ വിളിച്ച് കാര്യമായിട്ട് സംസാരിക്കണം. അവൾക്ക് ഇതിനൊന്നും താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവൾക്ക് ഇതിനോട്ട് ഒട്ടും ഇഷ്ടമില്ല എന്ന് പറയണ. അവൾക്ക് എപ്പോഴും ഗോമതി സ്റ്റോഴ്സിനോടാ കൂറ് കൂടലെന്ന് പറയാം. അത് ശരി തന്നെയാ. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് ശാന്തി പറയാണ്. ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാണ്. രവീന്ദ്രൻ പറഞ്ഞു, അവളെ കൊണ്ട് അനുസരിപ്പിക്കാനൊക്കെ എനിക്കറിയാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആകാശം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലെ ആൾക്കാരാണ് നിങ്ങളൊക്കെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക ചെയ്യേണ്ടത്. അല്ലാതെ വീണ്ടും അവിടെ കിടന്ന് ഞാൻ മരിച്ചു പോട്ടെ എന്ന് കരുതി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതം ഉണ്ടാകത്തില്ല. ഇപ്പോഴും കൈ പിടിച്ച് കയറ്റാൻ ഞാനുണ്ടല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ഇനി ഞാൻ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് അറിയില്ല എന്ന് പറയണം. ആ സമയം ശാന്തി ചോദിച്ചു, അല്ല ആകാശിന്റെ അമ്മയുടെ കാര്യം എങ്ങനെയായി? ഗോമതി ചേച്ചി വരുമോന്ന് ചോദിക്കുക. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ആന്റി. അമ്മയെ വിളിച്ചിട്ട് അമ്മയൊന്നും വരുന്ന ലക്ഷണം കാണുന്നില്ല. അച്ഛൻ പോയി വിളിച്ചാലോ വരുവോളെന്നും പറഞ്ഞായിരിക്കുന്നേ. അതിനിപ്പോ എവിടെ എന്താവുന്നൊന്നും അറിയത്തില്ല എന്ന് പറയണം. രവീന്ദ്രൻ പറഞ്ഞു, എല്ലാം നല്ല കാര്യമായി. പോരാത്തിന് ആ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും കൂടെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ എല്ലാം പൂർത്തിയായി. അതാ ഞാൻ പറഞ്ഞേ, എത്രയും പെട്ടെന്ന് തന്നെ ആകാശം ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഇനിയിപ്പം അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടന്നിട്ട് കാര്യമൊന്നുമില്ല. ഒന്നും കിട്ടാനും പോകുന്നില്ല. അവസാനം പട്ടിയെ പോലെ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിന്റെ മനസ്സിനെ ഇങ്ങനെ മാറ്റുവാണ്. പിന്നീട് മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങനെ കത്തെഴുതി കഴിഞ്ഞിട്ട് മീനാക്ഷി കത്ത് വായിക്കണം. പ്രിയപ്പെട്ട അമ്മ അറിയാൻ വേണ്ടിയിട്ട്, അമ്മേ, ഞങ്ങളെല്ലാം ഇവിടെ ഭയങ്കര സങ്കടത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങോട്ടേക്ക് വരണം. അമ്മയില്ലാതെ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അനുമോൾക്കും അതുപോലെ തന്നെയാ. ഇത്രയും കൂട്ടായിട്ടിരുന്നിട്ട് അമ്മയ്ക്ക് എങ്ങനെ തോന്നി അവിടെ പോയി നിൽക്കാനായിട്ട്? അച്ഛനും വിഷമമുണ്ട്. അച്ഛൻ പുറമേ അത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ വന്നാൽ ഈ കുടുംബത്തിന് താളം ശരിയാകത്തുള്ളൂ. ഇപ്പൊ താളം തെറ്റി കിടക്കുന്ന ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ. ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ പറ്റില്ല അമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് പോരണം. പിന്നെ അമ്മ അവരവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും. ഒരു കാരണമില്ലാതെ കൃഷ്ണമംഗലംകാർ അമ്മയെ അവിടെ കൊണ്ട് നിർത്തത്തില്ല. അതൊക്കെ മനസ്സിലാക്കി അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞ് കത്തെഴുതി എല്ലാം റെഡിയാക്കി. എന്നാൽ അമ്മയുടെ മക്കള് ഉമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയും കൂടെ അടിയിൽ എഴുതിയിട്ടാണ് കത്ത് മുടക്കുന്ന മീനാക്ഷി. പിന്നീട് മിത്ര വെച്ച് ഇത് എങ്ങനെ കൊടുക്കൂന്ന് ചോദിക്കാം. നോക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി പുറത്തേക്ക് വന്നു. ഈ സമയം മിത്രയും കൂടെ വരുവാണ്. അങ്ങനെ അവിടെ ആ മതിലിന്റെ അവിടെ ഒന്ന് നിൽക്കുമ്പോഴത്തേനുമാണ് ഗോമതി അവിടെ നിൽക്കുന്നുണ്ട് സിറ്റ് ഔട്ടില്. ഗോമതി ഇങ്ങനെ ആ പടം വിഷമിച്ച് നിൽക്കുക. താടിക്ക് കൈ കൊടുത്ത് നിൽക്കുവാണ്. ദേ അമ്മ നിൽക്കുന്നു. നമുക്ക് ശൂശു ഒന്ന് വിളിച്ചാലോ? ശബ്ദം കേട്ട് ആരെങ്കിലും വന്നാലോ? പഴയതുപോലെ പാട്ടിടായിരുന്നു. പാട്ടിന്റെ ശബ്ദം കേട്ട അലോകം എങ്ങനെ വന്നാൽ തീർന്നെന്ന് പറയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യും? അപ്പോഴേക്കും മീനാക്ഷി ഞാൻ ഐഡിയ ഉണ്ടെന്ന് പറയാം. എന്താ? നമുക്ക് ഈ പേപ്പർ കല്ലിച്ചുട്ടി അങ്ങോട്ട് എറിയാന്ന് പറയാണ്. അമ്മയുടെ ദേഹം ലക്ഷ്യമാക്കി എറിയാം. അപ്പൊ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് ആ പേപ്പറും കിട്ടും. അമ്മ നമ്മളെ നോക്കുകയും ചെയ്യും. എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ മനസ്സിലാവുമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പം മിത്രോടഞ്ഞ് ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാന്ന് പറയണം. മീനാക്ഷി ആ ഒരു കല്ലിന് ആ കല്ലകത്ത് വെച്ചിട്ട് പേപ്പർ അങ്ങനെ ചുരുട്ടി കൂട്ടി ഗോമതിയെ ലക്ഷ്യമാക്കി എറിയണം. ആ കൃത്യസമയത്ത് അലോകം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ. അലോകിന്റെ ദേഹത്തേക്ക് കൊള്ളുന്നേ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. രണ്ടുപേരും കൂടെ പതുക്കെ താഴുവാണ്. അവിടെ മതിലിനോടെ മറിഞ്ഞു നിൽക്കുകയാണ്. മീനാക്ഷിയും മിത്രം കൂടെ പെട്ടുപോയെന്ന് മനസ്സിലായി. ഈ സമയത്ത് ഗോമതി ഇന്നും അറിയുന്നുണ്ടായിരുന്നില്ല. കത്തിയെന്ന് വീണത് അലോവിന്റെ ദേഹത്തല്ലേ. അലോ കത്തെടുത്തു. ഇതെന്താ ഇങ്ങനെ? ഓഹോ, അവിടുന്ന് വന്നതായിരിക്കും. അങ്ങനെയുണ്ട് പണിയുണ്ടെന്ന് പറയാണ്. മനസ്സിൽ ഓർക്കുവാണ്. പിന്നീട് ആ കത്തെടുത്ത് വായിക്കാൻ തുടങ്ങുകയാണ്. മീനാക്ഷിയും മിത്രയും കൂടെ എഴുതിയത് പ്രിയപ്പെട്ട അമ്മയെ അറിയാനായിട്ട്
ദേ ഈ കത്ത് വായിച്ചു കഴിയുമ്പോൾ അമ്മ ഇങ്ങോട്ടേക്ക് വരണം, ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ കത്ത്. എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ അലോകിന് മനസ്സിലായി ഈ കത്തെങ്ങനെ അപ്പച്ചിലേക്ക് കിട്ടിയ അപ്പച്ചി ഈ സെക്കൻഡിൽ അങ്ങോട്ടേക്ക് പോകും, അത് പാടില്ല. കത്ത് ഒളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കല്ലെടുത്തിട്ട് ഗോമതിയെ വിളിക്കുകയാണ്. അപ്പച്ചി അപ്പച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ? ദേ അപ്പച്ചി എറിഞ്ഞാന്ന് പറയും. എറിഞ്ഞതോ? അതെ, പക്ഷേ എൻ്റെ ദേഹത്താ വന്ന് കൊണ്ടേന്ന് പറയണ. ആരെറിയാനായിട്ട്? അതെ, അപ്പുറത്തെ ആ ശ്രീകല എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറയണ. ശ്രീകലയോ? അതെ. അതെ, അപ്പച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവരുടെ ദേഷ്യം മാറിയിട്ടില്ല. ഇപ്പൊ അവര് ദേവമംഗലം അടക്കി ഭരിക്കുമല്ലേ, അതും പോരാഞ്ഞിട്ട് ഇപ്പോഴത്തെ അവിടുത്തെ കാര്യക്കാരി അവരില്ലെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര സങ്കടവും ദേഷ്യമായി പോയി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഗോമതി ചേച്ചിനെ എറിയാന്ന് കരുതിയിട്ട് അപ്പച്ചിനെ എറിയുക അവരവിടെ വന്നിട്ടെന്ന് പറയണം. ഗോമതി നോക്കിക്കഴിഞ്ഞപ്പോ ആരെയും കണ്ടില്ല. അല്ല, അവിടെ ആരെയും കണ്ടില്ലോ, അവരിപ്പോ അകത്തേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാ അപ്പച്ചി എന്നൊക്കെ പറയണം. അങ്ങനെ ഗോമതി അതും കൂടെ വിശ്വസിച്ചു. ഗോമതിക്ക് ഭയങ്കര വിഷമായി പോയി. ഗോമതി അങ്ങനെ അങ്ങോട്ട് അകത്തേക്ക് ദേഷ്യപ്പെട്ടും കയറിപ്പോയിക്കുന്ന സമയത്ത് അലോക കത്തും പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. കളി ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിൽ. ഈ സമയത്ത് മീനാക്ഷിയും ഇത്ര ആകപ്പാടെ വിഷമിച്ചിരിക്കുക. ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. കത്ത് അലോകിന്റെ കയ്യിൽ കിട്ടി. അലോക് ഇനിയിപ്പോൾ അത് വായിച്ചു നോക്കിയിട്ട് ഇനിയിപ്പം എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.